മിശിഹായുടെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകും. ആ കാര്യം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വേദപണ്ഡിതന്മാരും വേദാധ്യാപകരും വലിയ 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 സഭയുടെ നേതാക്കന്മാരൊക്കെ പരസ്യമായി നിന്നുകൊണ്ട് ധൈര്യമായിട്ടും ലജ്ജ കൂടാതെയും പ്രസംഗിക്കുന്ന ഒരു വാക്ക്. അതിതാണ്: ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ചിന്തിക്കുന്ന പോലുമില്ല, അത്രേ ഉള്ളൂ. ബൈബിളിൽ എഴുതിയേക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്ക് ബൈബിള് ദൈവം തന്നേക്കുന്നത് ഇതിനെ അതുപോലെ വിഴുങ്ങാനല്ല. ഈ ബൈബിൾ എടുത്തിട്ട് നിങ്ങൾ അതുപോലെ വിശ്വസിക്കരുത്. ഈ ബൈബിളിനെ കൃത്യമായ നിലയിൽ വിഭജിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന പോലെ പ്രസംഗിക്കുക എന്നല്ല. യഥാർത്ഥമായി ഡിവൈഡ് ചെയ്ത് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അപ്പം ഈ സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസം മാത്രമേ പഠിക്കത്തുള്ളൂ, പ്രചരിപ്പിക്കത്തുള്ളൂ. അങ്ങനെ ക്രൈസ്തവ സഭ ഒരു ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് ഏലിയാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന്. കാരണം ബൈബിളില് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിളിലെ വാക്കുകളെ ബൈബിൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കും. തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകൾ കൊണ്ട് അതിനെ അനലോളജി ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അതാണ് ബൈബിളിന്റെ ഇന്റർപ്രിട്ടേഷന്റെ കോർ, ഹാർഡ് കോർ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എടുത്താൽ അത് ബൈബിളിൽ മറുഭാഗത്ത് മറ്റെവിടെയെങ്കിലും ഇത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിന്റെ വിശദീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഏലിയാവിനെ നമുക്ക് സ്വർഗത്തിൽ വിടാം. പിന്നെ അത് സ്വർഗം വരെ എത്തുന്ന 1000 കോടി ഗാനഗോളങ്ങളെ താണ്ടിയാണല്ലോ സ്വർഗത്തിൽ പോകുന്നത്. അത്രയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചുഴലിക്കാറ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ ഹെവൻ വരെ എത്തുന്ന ചുഴലിക്കാറ്റ്. കാരണം ഒരു ട്രെയിനിൽ നമ്മൾ കയറി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്താൽ ഡൽഹിക്ക് പോവുകയാണെങ്കിൽ ട്രെയിന് ഡൽഹിയിലെത്തും, കൂട്ടത്തിൽ നമ്മൾ എത്തും. അപ്പം ചുഴലിക്കാറ്റിലാണ് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ചുഴലിക്കാറ്റ് ആരംഭിച്ചത് യോർദാന്റെ കരയിൽ നിന്നാണ്. അത് നേരെ എവിടെ തന്നെ എത്തണം? സ്വർഗം വരെ എത്തണം. അപ്പൊ സ്വർഗം വരെ എത്തുന്ന ഏത് ചുഴലിക്കാറ്റാണെന്ന് ആദ്യം നമ്മുടെ വേദ പണ്ഡിതന്മാർ ഒന്നിരുന്ന് ചിന്തിക്കുക. ഞാൻ ഈ സത്യങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ, എനിക്ക് ലാഭമൊന്നുമില്ല. എന്നാലും ഞാൻ സത്യം പറയും. കാരണം ഞാൻ സുവിശേഷത്തിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. യാഥാർത്ഥ്യങ്ങൾക്കും സത്യങ്ങൾക്കും വിലയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട്, യേശുവിന്റെ വാക്ക് കേട്ടനുസരിച്ച് യേശുവിന്റെ ആ മാർഗങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ. ഞാനത് വെറുതെ പറഞ്ഞല്ല, നമ്മൾ വിഡ്ഢികളാവും, നമ്മൾ ഇഡിയറ്റ്സ് ആവും. യാഥാർത്ഥത്തിൽ ഒരു കർത്താവ് പറയുന്ന പോലെ ഒരു ദൈവവേലക്കാരനായിട്ട് നിന്നാൽ നീ ആയിരിക്കും ഈ ലോകത്തെ ഏറ്റവും മരമണ്ടൻ. ദൈവവചന പ്രകാരം പോയാലാ കേട്ടോ. അല്ലാതെ നമ്മൾ ഇച്ചിരി ഗിമിക്സും ഇച്ചിരി തട്ടിപ്പും അരവെട്ടിപ്പും വഞ്ചനയും ചതിയും ഒക്കെ ചേർത്ത് വെച്ച് നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മിടുക്കന്മാരാണ്. യാഥാർത്ഥ്യങ്ങൾക്കും സത്യസന്ധതയ്ക്കും വിലയില്ലാത്ത ലോകത്ത് ദൈവവചനത്തിലെ ചില സത്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാം. ഇത് ഞാൻ സംസാരിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെയുണ്ട്, എന്നെ കേൾക്കുന്ന ഒരു ജനറേഷനോട് അവരോടാണ്. അത് കുറച്ച് പേരേ ഉള്ളൂ, അവർ കേൾക്കട്ടെ. ബഹുഭൂരിപക്ഷത്തെ വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് നേരമില്ല, എനിക്ക് എൻ്റെ ആവശ്യവുമില്ല. പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ പറയേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല. ഞാൻ വേദവശം വായിച്ച് ഞാൻ സത്യത്തിൽ ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ സ്വകാര്യമായി എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, ഡിഫീറ്റ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ തുടരുന്നതിൻ്റെ കാരണം ഞാൻ ഇതിനകത്തെ സത്യങ്ങളെ ഗ്രഹിക്കുന്നത് കൊണ്ട്. ട്രൂത്താണ് നമ്മുടെ നിലനിർത്തുന്ന പില്ലർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഏലിയാവ് സ്വർഗത്തിൽ പോയോ എന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല. ആദ്യമായി നമ്മൾ അറിയേണ്ട കാര്യം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അതായത് 2 തരത്തിലെ മരണമുണ്ട് ബൈബിളിൽ. ഒന്നാമത്തെ മരണത്തെ അതിനെ നമുക്ക് അപ്പോയിന്റഡ് ഡെത്ത് എന്ന് പറയും. എല്ലാവരും മരിക്കണം എന്ന് ദൈവം അപ്പോയിന്റ് ചെയ്ത മരണം. 2,
ജുഡീഷ്യൽ ആയിട്ടുള്ള പീനൽ ഡെത്ത്. പീനൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതിനാൽ, കുറ്റം ചെയ്തതുകൊണ്ട് ഇന്നത് നീ ചെയ്യുന്നത് നിമിത്തം മരിക്കും എന്ന് പറയുന്ന രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം അപ്പോയിന്റഡ് ഡെത്ത്. അതിന്റെ അർത്ഥം യേശുക്രിസ്തു പോലും ഭൂമിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് he has also went through the appointed death. എന്നാൽ ആദമിന് ദൈവം ഏദനിൽ കൊടുത്ത മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏദനിൽ സംഭവിച്ച മരണം അപ്പോയിന്റഡ് ഡെത്ത് അല്ല. അവിടെ ആദമ് ഈ നന്മ തിന്മയുടെ വൃക്ഷഫലം തിന്നില്ലായിരുന്നെങ്കിലും മരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ശാരീരിക മരണം ഒരിക്കലും ഏദനിൽ ആദം ചെയ്ത പാപത്തിന്റെ പരിണത ഫലമല്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ആദം ചെയ്ത, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു ഒരു പാപം ചെയ്തിട്ടില്ല. യേശു മരിച്ചത് അപ്പോയിന്റഡ്. അതുകൊണ്ട് ഒരിക്കലായിട്ട് യേശു മരിച്ചതിന്റെ അർത്ഥം ഡെത്ത് ഈസ് അപ്പോയിന്റഡ് ടു എവറി ഹ്യൂമൻ ബീങ്. ദാറ്റ് ഈസ് നോട്ട് പണിഷ്മെന്റ്, ദാറ്റ് ഈസ് നോട്ട് ജഡ്ജ്മെന്റ്, ദാറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. അപ്പൊ അടുത്തത് പീനൽ ഡെത്ത്. അത് ആദമിന് സംഭവിച്ചത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഏലിയാവ് എന്ന് പറയുന്ന ആള് മരിച്ചിട്ടില്ല. ഏലിയാവ് എന്ന ആള് എവിടെ പോയേക്കുക? നേരെ ചുഴലിക്കാറ്റ് കറക്കെടുത്ത് മേളി സ്വർഗത്തിൽ കൊണ്ടു. അത് നമ്മൾ വിശ്വസിക്കും. നമ്മളത് വാ തൊടാതെ വിഴുങ്ങുകയാണ്. അത് തൊണ്ടയിലോട്ടിട്ടങ്ങ് എന്ന് വിഴുങ്ങുക. അല്ല തന്നെ ഇത് ഏതെങ്കിലും ഒരു നീയൊക്കെ MD-യും ഈ MDH ഒക്കെ എടുത്തേക്കുന്ന ആളുകളെ എനിക്കറിയാം. ഈ കക്ഷികളൊക്കെ എടുത്തോണ്ട് പോയി. അല്ല, നീയൊക്കെ എന്തിനാ ഈ MD പഠിച്ചത്, അല്ലെ MDH പഠിച്ചെന്തിനാ? നിന്നെയൊക്കെ പഠിപ്പിച്ചു തരാം. ചിന്തിക്കണ്ടടാ പോയി, ഒന്ന് ചിന്തിക്കണ്ട. ഞാൻ ഇത് വെറുതെ പറയല്ല, ഇങ്ങനെ പഠിച്ച ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞു കർത്താവ് കൊണ്ടുപോയി വചനം അങ്ങനെയാ പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ MDH-നൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിലാണെങ്കിൽ വലിയ കഥയില്ല. രണ്ടാമത് വേറൊരു കാര്യം, ഏലിയാവ് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പം ഇനി അടുത്തൊരു പുതിയ കഥ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഏലിയാവ് ഇനി തിരിച്ചു വരണം. കാരണം എന്തുവാ? വെളിപ്പാട് പുസ്തകത്തില് 2 സാക്ഷികളുണ്ട്. അത് ഒന്ന് ഏലിയാവാണ്, മറ്റൊന്ന് മോശയാണ്, വേറെ ചിലവന്ന് ഹാനോക്കാന്ന് പറഞ്ഞു. കാരണം ഈ ഹാനോക്കും ഏലിയാവുമാണ് മരണം കാണാതെ എടുക്കപ്പെട്ടവർ. അവർ മരിച്ചിട്ടില്ല. അവർ നേരെ അങ്ങ് ബോഡിയോട് അങ്ങ് പാക്ക് ചെയ്ത് ദൈവം അങ്ങ് മോളിൽ കൊണ്ട് എവിടെയാണ് ഇരുത്തിയേക്കുക. പക്ഷെ വേറെ പ്രശ്നം, ഈ ഏലിയാവും ഈ ഹാനോക്കൊക്കെ അങ്ങ് മോളിൽ പോയെന്നാ പറഞ്ഞേക്കുന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നാ എഴുതിയേക്കുന്നത്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ഒരാൾ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നു. സോറി, സ്വർഗത്തിൽ നിന്ന് ഒരാൾ 2000 വർഷത്തിന് മുമ്പ് വന്നായിരുന്നു. ആ സ്വർഗത്തിൽ നിന്ന് വന്ന ആൾ ഒരിക്കൽ വർത്താനം പറഞ്ഞു നിക്കോദിമോസിനോട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ 2 അപ്പച്ചന്മാരെവിടെ പോയി? ഇവരെ ഏത് മൂലയിൽ പോയി? എവിടെ പോയി കക്ഷികള്? ഒരു കാറ്റെടുത്തോണ്ട് പോവുകയും ചെയ്തു. ദൈവം അങ്ങനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ഹാനോക്കിനെ കുറിച്ചുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഏലിയാവിനെ എവിടെ കൊണ്ടുപോയി? സ്വർഗത്തിലേക്ക് പോയി എന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങേര് പോയ ശേഷം വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു പറയാണ് ഒറ്റ ഒരുത്തിന് മേളിൽ വന്നിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ബൈബിൾ പഠിക്കണം. ഇങ്ങനെയാ ബൈബിൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇനി ഏലിയാവ് പോയോ എന്ന് അറിയണ്ട. അപ്പൊ മേളിൽ പോയിട്ടില്ലെങ്കിൽ കക്ഷികൾ എവിടെ പോയി? അപ്പൊ പറയും അത് 1-ാം സ്വർഗത്തിൽ പോയി, 2-ാം സ്വർഗത്തിൽ പോയി, 3-ാം സ്വർഗത്തിൽ പോയി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തോ ആയിക്കോട്ടെ, മോളിൽ നാളെ ഒന്ന് പറഞ്ഞെന്തോ, അവരാരും അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇവരെവിടെ പോയി എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിത് പഠിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ബൈബിളില് ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ വിശദീകരിക്കണം. നമുക്കറിയാം, ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. എലീശ അതിന് പകരമായിട്ട് തന്റെ ശുശ്രൂഷയ്ക്ക് പകരക്കാരനായിട്ട്, ഇതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം,
നമ്മുടെ ഇടയിൽ ഈ ഡബിൾ പോർഷൻ, ട്രിപ്പിൾ പോർഷൻ, അതിന്റെ അനോയിന്റിങ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് വിശുദ്ധ ബൈബിളില് ഈ ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. അത് ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലീശയ്ക്ക് വേണമെന്നുകൊണ്ട് എലീശ ആവശ്യപ്പെടുകയാണ് യോർദാന്റെ കരയിൽ വെച്ച്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നീ ചോദിച്ച കാര്യം വളരെ കഠിനമായ കാര്യമാണ്. പിന്നെ ഞാൻ പോകുന്നത് കാണുന്നെങ്കിൽ നിനക്ക്, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നത് കാണുകയാണെങ്കിൽ നിനക്ക് അത് ഉണ്ടാവും എന്ന് പറയാം. ഈ എടുക്കപ്പെടൽ എന്ന് പറയുന്നത് ഉപദേശം ഉണ്ടല്ലോ, ഈ റാപ്ചറൊക്കെ ഇതിനകത്തെല്ലാം കണക്റ്റഡ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുണ്ടാക്കിയ അവിയലാണ് റാപ്ചർ എന്ന് പറയുന്ന തിയോളജി. അതിന് ഈ ഹാനോക്കും മരണം കാണാതെ എടുക്കപ്പെടും എന്നൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് വീമ്പളക്കം കണ്ടിട്ടില്ലേ? നമ്മൾ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കണ്ണിമയ്ക്കുന്നിടയിൽ അങ്ങ് രൂപാന്തരപ്പെടും. കണ്ണിമയ്ക്കുന്നിടയിൽ സ്വർഗത്തിൽ പോകുന്നില്ല, രൂപാന്തരപ്പെടും എന്ന വാക്ക് എന്താന്ന് പോയി വേദ പണ്ഡിതന്മാര് പോയി പഠിക്കുക. പിന്നെ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എലിയാവിനെ എടുക്കാൻ പോകുന്ന കാര്യം അവിടെ നേരത്തെ അറിവായി വന്ന കാര്യം. അത് അവരുടെ ബൈബിൾ സ്കൂളിലെ അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും അറിയായിരുന്നു. എലീശയോട് പറഞ്ഞു, നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുക്കുന്നു. പുള്ളി സ്വർഗത്തിൽ പോകുന്നല്ല പറഞ്ഞേ, നിന്റെ തലക്കൽ നിന്ന് എടുക്കാൻ പോകും, നിന്റെ അടുത്ത് നിന്ന് എടുത്തോണ്ട് പോകാൻ പോവാണ്. ഇവർക്ക് എല്ലാവർക്കും ഇതറിയാം, എടുത്തോണ്ട് പോവാന്നറിയാം. അതിന്റെ ഒരു തെളിവ്, ഇദ്ദേഹത്തെ ചുഴലിക്കാറ്റ് എടുത്തോണ്ട് പോയിട്ട് എലീശ തിരിച്ച് ഇവരുടെ അടുക്കൽ വരുമ്പോൾ ഇവരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, നിന്റെ യജമാൻ എന്ത്, ഞങ്ങൾ പോയി അന്വേഷിക്കട്ടെ, അവനെ വല്ല മലകളിലോ താഴ്വരയിലോ കൊണ്ടിട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ പോയി അന്വേഷിക്കുന്നു, കണ്ടില്ല. അവസാനം എലീശ നേരത്തെ പറഞ്ഞു, പോകണ്ട, കിട്ടത്തില്ല. അപ്പൊ ഇവര് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോ എവിടെ കൊണ്ടുപോകുന്ന ഇവർ വിശ്വസിച്ചിരുന്നത്? സ്വർഗത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ പിന്നെ മലയുടെ താഴ്വരയിലും ഒക്കെ കൊണ്ടിടുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ട, എടുക്കപ്പെടുക, മാറ്റപ്പെടുക, കൺമുമ്പിൽ നിന്ന് എടുത്തോണ്ട് പോവുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് തെളിവുകൾ സഹിതം മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്കിനി അറിയേണ്ട വേറൊരു കാര്യം, ഇദ്ദേഹം എവിടെയോട്ടോ പോയത്, ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കാതെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം, അതിന്റെ 8-ാമത്തെ അധ്യായം, പെട്ടെന്ന് ഡയറക്റ്റ് അങ്ങ് പോവാട്ടോ. 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകനായി യോരാമിന്റെ 5-ാം ആണ്ടിൽ യഹോശാഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യഹോരാം രാജാവായി. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അതായത് ആഹബ് മരിച്ചു. ആഹാബിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് അതിന് മുമ്പുള്ള ഭാഗത്ത് വായിക്കാൻ പറ്റും. അതിന് പകരമായിട്ട് അപ്പം എലിയാവ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ആഹാബ് മരിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ, ആഹാബ് മരിച്ചിട്ടില്ല. ആഹബ് പിന്നെയാണ് മരിച്ചത്. ഇസബേല് പിന്നെയാണ് മരിച്ചത്. എലിയാവ് പോകുന്നതിന് മുമ്പ് ഒരു മരിച്ചിട്ടില്ല. അപ്പം ഇവിടുത്തെ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണല്ലോ. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകനായ യോരാമിന്റെ 5-ാം ആണ്ടിൽ, അപ്പം ആഹാബ് മരിച്ചിട്ട് അവന് പകരമായിട്ട് ആര് ഭരണത്തിൽ വന്നിരിക്കുന്നു? യോരാം. അപ്പൊ ആഹാബ് മരിക്കുന്നതിന് മുമ്പാണ് എലിയാവ് സ്വർഗത്തിലേക്ക് പോയത്, 5 വർഷം കഴിഞ്ഞ്. ഈ 5 വർഷം കഴിഞ്ഞപ്പോ, അതായത് യോരാം എന്ന് പറയുന്ന ആഹാബിന്റെ പുത്രൻ ഇസ്രായേലിന്റെ രാജാവായിട്ട് 5 വർഷമായിട്ട് ഭരിക്കുമ്പോൾ 5-ാമത്തെ വർഷം യഹോശാഫാത്തിന്റെ മകനായ യഹോരാമും ഒക്കെ തെറ്റിപ്പോരും. യോരാം എന്ന് പറയുന്ന ആഹാബിന്റെ മകനാണ്. യഹോരാം എന്ന് പറയുന്ന ആള് യഹോഷാഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജ്യത്തിന്റെ രാജാവ്. 2 രാജ്യമായിട്ടാണ്, നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ, സദേൺ കിങ്ഡം ജൂഡ. അപ്പം ഇസ്രായേലിന്റെ രാജാവായിട്ട് യോരാമും യഹൂദ രാജാവായിട്ട് യഹോരാമും നമുക്ക് കാണാൻ പറ്റും. ഈ യഹോരാം എന്ന് പറയുന്ന യഹൂദ രാജാവ്
വാഴ്ചയിലേക്ക് വരുന്നത്, യഹോശാഫാത്തിന്റെ മകനായി വാഴ്ചയിലേക്ക് വരുന്നത് ഇസ്രായേൽ രാജാവായ യോരാമിന്റെ 5-ാമത്തെ വർഷം. അവന് ആ യഹൂദ രാജാവായ യഹോരാമിന് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. അപ്പൊ 32, 8, 40 വർഷം. അപ്പൊ 40 വയസ്സ് വരെ അവന് ഇസ്രായേലിൽ വാണു എന്ന് പറയുന്നു. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നു. ഇസ്രായേൽ രാജാക്കന്മാരുടെ എല്ലാ വഴികളിലും ഈ യഹൂദ രാജാവായ യഹോരാം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ വഷളത്വം പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളഞ്ഞു. ഇത് യഹോരാമാണ് അതായത് യഹൂദ രാജാവ്. ഈ യഹൂദ രാജാവ് സകലവിധമായ മ്ലേച്ഛതയിലേക്കും, അതായത് ഇസ്രായേൽ ജനം പോയതുപോലെ തന്നെ, ഇസ്രായേൽ ഗ്രഹം പോയതുപോലെ തന്നെ യഹൂദ ഗ്രഹത്തിലെ യഹോശാഫാത്ത് എന്ന് പറഞ്ഞ ദൈവഭക്തനായ മനുഷ്യനാണ്. വളരെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകൻ യഹോരാം പെണ്ണുമ്പിള്ള ആഹാബിന്റെ മോളായതുകൊണ്ട് ആ സ്വഭാവം മുഴുവൻ, അവിടുത്തെ സ്വഭാവം എല്ലാം കൂടെ ഇയാൾക്കും കിട്ടി, നാട് നശിപ്പിച്ചു. അപ്പം യഹോവയായ ദൈവം അവന് അവന്റെ രാജ്യത്തെ, യഹൂദ രാജ്യത്തെ കൊള്ളയടിക്കാനായിട്ട് മറ്റ് ആളുകളെ അനുവദിക്കുകയും അവരവിടെ വന്ന് ഇത് മുഴുവൻ കൊള്ളയടിച്ചു. യഹോരാമന്റെ പുത്രന്മാരെ എല്ലാം കൊണ്ടുപോയി, ഭാര്യമാരെ മൊത്തം കൊണ്ടുപോയി, അറബികളും മറ്റുമൊക്കെ വന്നാണ് ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ടുപോയി. ഈ സമയത്ത് നമ്മൾ ഇദ്ദേഹത്തിന്റെ വാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞ യഹോരാമിന്റെ വാഴ്ച, യോരാമിന്റെ 5-ാം ആണ്ടിലാണ് യഹോരാം വരുന്നത്. അപ്പം എലിയാവ് പോയതിന് 5 വർഷത്തിന് ശേഷമാണ് ഈ ആള് ഭരണത്തിൽ വരുന്നത്. ഞാൻ അതാ പറഞ്ഞത്, എലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് 5 or 6 വർഷത്തിന് ശേഷമാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യഹോരാം രാജാവാകുന്നു. 6 വർഷം, 5 or 6 വർഷം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആഹബ് അതിനു മുമ്പ് മരിച്ചു. ആഹബ് മരിച്ച ശേഷമാണല്ലോ ആഹാബിന്റെ മകൻ യോരാം എന്ന് പറയുന്ന ആള് ഭരണം വരുന്നത്. ആ യോരാമിന്റെ 5-ാമത്തെ ആണ്ടിലാണല്ലോ യഹോശാഫാത്തിന്റെ മകനായ യഹോരാം യഹൂദ രാജാവായി മാറുന്നത്. ആ യഹൂദ രാജാവായി ഇവന്റെ വാഴ്ച എത്ര വയസ്സില? 32 വയസ്സ്. 8 വർഷമാണ് അദ്ദേഹം യഹൂദ നാട് യെരൂശലേമിൽ നിന്ന് ഭരിച്ചത്. ഇനി നമ്മൾ ഇതിന്റെ ക്രോണിക്കല്, അതായത് ഇതിന്റെ ദിനവൃത്താന്തത്തിൽ ഇതിനെ വിഷയം വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ യഹോരാം തന്റെ അപ്പന്റെ രാജത്വം ഏറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാളുകൊണ്ട് കൊന്നു. യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. 8 സംവത്സരം. എന്നാൽ നമ്മൾ തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ഇവൻ ദൈവത്തിന് വിരോധമായിട്ടൊക്കെ ജീവിച്ചു, ബോധിച്ച പോലെ ജീവിച്ചു. എന്നാൽ ഈ സമയത്ത്, അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന് ആകെയുള്ള വാഴ്ച 8 വർഷം. ഈ 8 വർഷത്തിൽ നമ്മൾ ആ 2 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് ഈ മനുഷ്യനൊരു ബാധ വന്നു, അസുഖം വന്നു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തിയാടി അവൻ അതികഠിനമായ വ്യാധിയിൽ മരിച്ചു. അപ്പം ആകെ 8 വർഷമാണ്. അതിലെ അവസാനത്തെ 2 വർഷം അവൻ മരിക്കുമ്പോൾ അവൻ എത്ര വയസ്സുണ്ട്? 40 വയസ്സുണ്ട്. അപ്പൊ 40 വയസ്സുള്ളവനായിട്ട് അവൻ മരിക്കുന്നു. അവസാനത്തെ 2 വർഷം താൻ ദീനം പിടിച്ചു കിടന്നു. അപ്പം ഈ ദീനം പിടിച്ചു കിടക്കുന്നതിന് മുമ്പ് യഹോരാം ദൈവത്തിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും പ്രവർത്തിച്ചു എന്നും നമ്മളവിടെ കാണും. അപ്പൊ ഇദ്ദേഹത്തിന് ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് രോഗം വരുന്നത്. അപ്പൊ ഈ 6 വർഷം താൻ യഹോവയ്ക്ക് വിരോധമായി അനിഷ്ടമായത് പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിന്റെ 5-ാം ആണ്ടിൽ ഭരണത്തിന് വന്ന യഹോരാം 5 വർഷം, ഏകദേശം 5-6 വർഷത്തോളം ഭരിച്ച ശേഷം താൻ 2 വർഷത്തോളം രോഗിയായി. ആകെ 8 വർഷമേ ഉള്ളൂ. 6 വർഷം ഭരിച്ചു, 2 വർഷം രോഗിയായ ശേഷം മരിക്കുന്നു 40-ാമത്തെ വയസ്സിൽ. ഇനി ഇതിനിടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ. 11-ൽ വായിക്കുന്നു, അവൻ യഹൂദയ്ക്ക് പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി.
യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. 12-ാം വാക്യം. അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നത് എന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശാഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദിയെയും യെരൂശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും ചെയ്തുകയും നിന്നെക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുക്കളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കൂടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കൂടൽ വ്യാധി പിടിച്ച് കഠിന ദീനം ഉണ്ടാകും. ശ്രദ്ധിക്കൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവൻ ദുഷ്പ്രവർത്തികൾ ചെയ്ത ശേഷം ഇവന്റെ പാസ്റ്റ് പ്രവചിക്കുക, പാസ്റ്റ് കാര്യം പറയും. അതായത് നീ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, ഇന്നവരെ കൊന്നുകളഞ്ഞു, ഇന്നവാരെ ദുഷ്ടപ്രവൃത്തി ചെയ്തു, അനിഷ്ടമായത് ചെയ്തു, ദാണ്ട് നിനക്ക് എന്ത് വരാൻ പോകുന്നു, നിനക്കുള്ളതെല്ലാം കൊള്ളയടിക്കാൻ പോവുകയാണ്, നിനക്ക് കഠിനമായ ദീനം വന്ന് കുടൽവ്യാധി പിടിച്ച് നീ മരിക്കാൻ പോവുക. ഈ കുടൽവ്യാധി പിടിച്ച് മരിക്കുന്നത് 2 വർഷത്തോളമാണ്. തനിക്ക് ദീനം വന്ന് 2 വർഷത്തോളം കടന്നു. അപ്പൊ 6 വർഷം കൊണ്ട് താൻ ദുഷ്ടത പ്രവർത്തിച്ചു. അപ്പൊ ദുഷ്ടത പ്രവർത്തിച്ചതിനെ കുറിച്ച് ഇവിടെ ഏലിയാവിന്റെ കത്തുണ്ട്. അപ്പൊ ഏലിയ പ്രവാചകൻ കത്തയക്കുക. എവിടുന്ന കത്തയച്ച? സ്വർഗത്തിൽ നിന്ന്. ഈ ചുഴലിക്കാറ്റിൽ നിന്ന് മേളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് കത്തെഴുതി പോസ്റ്റ്മാന്റെ കൊടുത്തു വിട്ടു. ആലോചിച്ച് നോക്ക്. ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്നൊരു കത്ത് യഹോശഫാത്തിന്റെ മകനായ യഹോരാമിന് അവന്റെ വാഴ്ചയുടെ ഒരു 6 വർഷമൊക്കെ ആയപ്പം 5 വർഷം കഴിഞ്ഞപ്പോ കിട്ടി. അപ്പം യഹോരാം ഭരണത്തിൽ വരുന്നത് യോരാമിന്റെ 5-ാം ആണ്ടിൽ. അപ്പം ഏലിയ പോയതിനു ശേഷം 5 വർഷം ശേഷം യഹോരാം ഭരണത്തിൽ വന്നിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞ ശേഷമാണ് കത്ത് വരുന്നത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഏലിയാവിന്റെ പക്കൽ നിന്ന് കത്ത് വരുന്നു. ഏലിയാവിന്റെ പക്കൽ നിന്ന് കത്ത് വരുന്നു 10 വർഷത്തിന് ശേഷം. ചുഴലിക്കാറ്റ് എടുത്തോണ്ട് പോയി. സ്വർഗത്തിരുന്ന് കത്തെഴുതിയാണോ? പറ വേദ പണ്ഡിതന്മാരെ, നിങ്ങൾ പറ. അത് മീകായലിന്റെ കൈ കൊടുത്തു, അതോ ഗബ്രിയലിന്റെ കൈ കൊടുത്തു വിട്ടാണ്? അല്ല സഹോദരന്മാരെ, എലിയാവ് 10 വർഷം എടുക്കപ്പെട്ടതിന് 10 വർഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. 10 വർഷത്തോളം ജീവിച്ചിരിക്കുന്നു. അപ്പൊ എലിയാവ് യഹൂദ ദേശത്തെവിടെയോ, ഇസ്രായേൽ നാട്ടിൽ നിന്ന് യഹൂദ ദേശത്തെവിടെയോ ജീവിച്ചിരിക്കുക. കാരണം എലിയാവിന്റെ മിനിസ്ട്രി തീർന്നില്ല. എലിയാവിന്റെ ശുശ്രൂഷ തീരാതെ അത് തന്റെ ശിഷ്യന്റെ പക്കലേക്ക് ആ മിനിസ്ട്രി കൈമാറി. അതെന്തിനാണ് ചെയ്തതെന്നൊക്കെ ഉള്ളതൊക്കെ ന്യൂ ടെസ്റ്റമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ പഠിക്കാം. സമയമുള്ളതൊക്കെ ഇന്ന് പഠിക്കും. അത് പുതിയ നിയമവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഏലിയാവ് മിനിസ്ട്രി പകുതി നിർത്തിയിട്ട് എലീശയ്ക്ക് കൊടുത്തിട്ട് പോയത്? അത് ന്യൂ കവനന്റിൽ ഒരു പിക്ചറാണ്. പുതിയ നിയമത്തിൽ അതിന്റെ ഒരു പിക്ചറുണ്ട്, അതിന്റെ ഒരു ആന്റി ടൈപ്പ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചു പഠിക്കുക. അപ്പം ഈ ശ്രദ്ധയോടെ കേൾക്കുക. 10 വർഷത്തിന് ശേഷം ഇയാൾക്ക് കത്ത് വന്നു. ഇയാൾ എവിടെ പോയത്? അപ്പൊ പുള്ളി അതേസമയം എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. പുള്ളി സ്വർഗത്തിലേക്ക് പോയില്ല, ചുഴലിക്കാറ്റ് കൊണ്ടുപോയില്ല. കാരണം ചുഴലിക്കാറ്റിന് സ്വർഗം വരെ എത്താനുള്ള ഇന്ധനം കുറവാണ്. കാരണം ചുഴലിക്കാറ്റ് ഹെവനിൽ എത്തത്തില്ല, അവിടെ കാറ്റില്ല, വായുവില്ല. പിന്നെ നമ്മുടെ ആളുകൾ പ്രസംഗിച്ച് വിശ്വസിപ്പിച്ചങ്ങ് എത്തിക്കും, അത് വേറെ കാര്യം. നമ്മൾ ഊതി തള്ളി എത്തിക്കും. പക്ഷേ ബൈബിളിൽ അത് പറയുന്നില്ല. ബൈബിളിൽ എലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷം 10 വർഷത്തിന് ശേഷം യഹോരാമിന് കത്തെഴുതുകയാണ്. നീ ഇന്ന പ്രവൃത്തികൾ ചെയ്തു, ഇനിതാണ് നിനക്ക് ദീനം വരാൻ പോകുന്നു. ആകെ നിനക്ക് 8 വർഷമാണ്. അതിനകത്ത് 6 വർഷത്തോളം നീ ദൈവത്തിന് ഇഷ്ടമായി ചെയ്തിരിക്കുന്നു. അടുത്ത 2 വർഷം നിനക്ക് രോഗം പിടിപെടാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ മെസ്സേജുമായി ഇതാ ഏലിയാവിന്റെ പക്കൽ നിന്ന് കത്ത് വരിക. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ദൈവവചനത്തെ വിശ്വസിക്കാം, വചനത്തിന്റെ സത്യത്തെ വിശ്വസിക്കാം. എന്താണെന്നറിയാമോ ഇതിന്റെ അർത്ഥം? ഇയാളെ ദൈവത്തിന്റെ ആത്മാവോ അല്ലെങ്കിൽ എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയതല്ല. ഇദ്ദേഹത്തെ ഇസ്രായേൽ നാട്ടിൽ നിന്ന്, അതായത് ഇസ്രായേൽ ഗ്രഹത്തിന്റെ നടുവിൽ നിന്ന് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ആ യോർദാനിൽ നിന്ന്
എടുത്ത് യഹൂദിയ ദേശത്ത് എവിടെയോ കൊണ്ടുവന്ന് സേഫായിട്ട് കൊണ്ടുവന്നിട്ടു. അല്ലെങ്കിൽ നമ്മുടെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ ഏലിയാവിനെ ഈ കാറ്റെടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് താമസിപ്പിക്കും. നിശ്ചയമായിട്ടും അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രാണൻ നേരെ പഴയ നിയമ വിശുദ്ധന്മാർ കിടക്കുന്ന ഹേഡീസിൽ, പാതാളത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും കാത്ത് എലിയാവ് അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ആയിരിക്കുന്നു. മോശയുണ്ട്, എലിയാവുണ്ട്, എല്ലാവരും ഉണ്ട്, അബ്രഹാമുണ്ട്, ദാവീദുണ്ട്, എല്ലാവരും ഉണ്ട്. ആരും സ്വർഗത്തിൽ ഒന്നും പോയിട്ടില്ല. എല്ലാവരും പാതാളത്തിൽ വിശ്രമിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, മറുരൂപ മലയിൽ എലിയാവും മോശയും വന്നല്ലോ, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. എല്ലാം കൂടെ ഇപ്പൊ നമുക്ക് ഇതിനകത്തിട്ട് ഇങ്ങനെ കുഴക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു തന്നതിന്റെ സാരം, എലിയാവ് സ്വർഗത്തിലേക്കല്ല പോയത്. അവിടെ അവനെ എടുത്തോണ്ട് പോയി ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു എന്നാണ് എഴുതി. ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. എടുത്തുകൊള്ളപ്പെടുക എന്ന വാക്കിനർത്ഥം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക എന്നാണ്. അപ്പം നമ്മളെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കള്ളമല്ലേ ഇത്? അയാൾ സ്വർഗ്ഗത്തിൽ പോയിട്ട് ഇനിയും വരുന്നുണ്ട്, ഇനിയും വന്ന് ഇവിടെ 2 സാക്ഷിയാണ്. ആ 2 സാക്ഷി എന്താണെന്നൊക്കെ ഞാൻ പിന്നെ ഓരോന്ന് വീഡിയോ പറയാം. കാരണം എല്ലാം കൂടെ അങ്ങോട്ട് പൊളിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് പൊളിക്കുക. പൊളിക്കുമ്പോഴല്ലേ മനസ്സിലായത് മുഴുവൻ കള്ളത്തരമാണ്. പൊളിക്കുമ്പോഴല്ലേ ഈ മൂർഖം പാമ്പെന്ന് പറയുന്ന ഈ പോഷ്ക്ക് വെളി വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഹാനോക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പൊ എലിയാവ് എന്തിയെ? ചുഴലിക്കാറ്റിൽ പോയില്ല. എലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് യഹൂദദേശത്ത് എവിടെ കൊണ്ടിട്ട് 10 വർഷം കഴിഞ്ഞൊരു കത്ത് വരുന്ന നിലയിൽ താൻ 10 വർഷം അവിടെ ജീവിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അറിവില്ല. പിന്നെ വേദപുസ്തകത്തിന് ഇവരെല്ലാം എവിടെ പോയി ചത്തെന്നോ എവിടെ അടക്കപ്പെട്ടെന്നോ അറിയിക്കേണ്ട ഉത്തരവാദിത്വവും ഇല്ല. കാരണം ബൈബിൾ അതിനു വേണ്ടിയുള്ളതല്ല. നമുക്ക് 100% അനുമാനിക്കാം, ഈ ഡൈഡ് സംവെയർ ഇൻ ജൂഡ ആഫ്റ്റർ ലോങ് ടൈം, ആഫ്റ്റർ 10 years. അതുകൊണ്ട് ചുഴലിക്കാറ്റിലെടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്നത് നമ്മുടെ ഉപദേശിമാരുടെ പ്രസംഗം വെറും ഭോഷ്കാണ് എന്ന് മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിൽക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വേറൊരു കള്ളവുമായിട്ട് അത് തിരുത്താനായിട്ട് ഞാൻ വരാം. വേറൊരു കള്ളത്തെ തിരുത്താൻ വരാം. ഇങ്ങനെ കള്ളങ്ങളുടെ തിരുത്തൽ പരമ്പരകളാണ് ഇനി തുടരാൻ പോകുന്നത്. എല്ലാം എടുക്കാൻ പോകും. അതായത് നിങ്ങൾ രക്ഷ മുതൽ നിത്യത വരെയുള്ള എല്ലാ ഭോഷ്കും ഓരോന്നോരോന്നായി പൊളിക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് പൊളിക്കൽ വീഡിയോസ് ആയിരിക്കും തുടർന്ന് വരാൻ പോകുന്നത്. റോസ്റ്റിംഗ് എന്ന് പറയും, പെൻഡക്കോസ്റ്റൽ റോസ്റ്റ് വരുന്നുണ്ട്. ഓരോന്നോരോന്ന് വരാം. ക്രിസ്തുവിന്റെ സഭ പ്യൂരിറ്റിയിലേക്ക് വരട്ടെ. സത്യമായ യേശുവിനെ അനുഗമിക്കുന്നവർ നേരിന്റെ പാതയിൽ പോകട്ടെ. കളങ്കമില്ലാത്ത, വഞ്ചനയില്ലാത്ത, അസത്യമില്ലാത്ത പ്യോർ റിയാലിറ്റിയിൽ ക്രിസ്തുവിന്റെ സഭ പ്രശോഭിതമാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.